ടിനി ടോം ഉൾപ്പെടെയുള്ളവർക്കെതിരായ അൻസിബയുടെ പരാതി നേരിട്ട് കേൾക്കാൻ അമ്മ എന്ന സംഘടന തയ്യാറാകും. അടുത്ത മാസം 1-ാം തീയതി തെളിവുകളുമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുമ്പാകെ എത്താൻ അൻസിബയുടെ നേതൃത്വം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്ന് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു. പറയൂ ലാൽകൃഷ്ണ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഏറെ നിൽക്കുന്ന ഒരു വലിയ വിഷയമായി മാറിയിട്ടുണ്ട്. എന്തായാലും അൻസിബയെ ഇതിൽ പ്രധാനമായിട്ടും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ടിനി ടോമിനാണ്. ആ മേഖലയിൽ തന്നെയുള്ള പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. 2 തരത്തിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. ടിനി ടോം അത്തരത്തിൽ അധിക്ഷേപങ്ങൾ നടത്തുന്ന ഒരാളല്ല എന്നൊരു വിഭാഗം പറയുമ്പോൾ തങ്ങൾക്കും അതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും പലരും രംഗത്തേക്ക് വന്ന സമയം കൂടിയാണിത്. എന്താണെങ്കിലും സംഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത മാസം 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ, അതായത് 1, 2, 3 തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം അൻസിബയോട് വരാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അൻസിബ പറയുന്നത് അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് പ്രധാന കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ നേരിട്ട് കേൾക്കുന്നതിന് പകരം പ്രത്യേക ഒരു സമിതി രൂപീകരിക്കണം. ആ സമിതി ആയിരിക്കണം ഇത് കേൾക്കേണ്ടത്. ആ സമിതിയിൽ ഉണ്ടായിരിക്കേണ്ടത് രമേശ് പിഷാരടി, മാല പാർവതി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അവരുടെ മുന്നിലെ ഇക്കാര്യം പറയാൻ കഴിയുള്ളൂ. എങ്കിൽ മാത്രമേ ഇതിൽ നിഷ്പക്ഷമായ ഒരു നിലപാടിലേക്ക് എടുക്കാൻ കഴിയുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത് എന്ന കാര്യങ്ങളാണ്. മാത്രമല്ല 1-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ തനിക്ക് 7-ാം തീയതി മാത്രമേ സൗകര്യമുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം തനിക്ക് വേണ്ടി ഫിക്സ് ചെയ്ത് മാറ്റിവെക്കണം എന്നൊരാവശ്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും വരുന്ന ജനറൽ ബോഡി ഈ ജൂൺ മാസം 21-ാം തീയതിയാണ്. അതിനു മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഈ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് മാറ്റം വരുത്തുക, അതോടൊപ്പം തന്നെ പ്രസിഡന്റിനുള്ള അധികാരം അത് കുറച്ചുകൂടി വിപുലീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അജണ്ടയിലുണ്ട്. ഇതിനിടയിലാണ് ടിനി ടോം അടക്കമുള്ള ആളുകൾക്ക് അമ്മയിൽ നിന്ന് ഒരു നോട്ടീസും ലഭിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിലടക്കമുള്ള കാര്യങ്ങളിൽ വരുന്ന 1-ാം തീയതി മുതലുള്ള ദിവസങ്ങളിൽ അമ്മയിൽ കൃത്യമായ നീക്കുപോക്കുകളും നടപടികളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.